നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്ന് ഹൈക്കോടതി. കൊള്ള ചെയ്ത സ്വർണം എവിടെയെന്ന് കോടതി. പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ തള്ളി. കടകംപള്ളി സുരേന്ദ്രനുമായി നല്ല ബന്ധമെന്നും വീട്ടിലടക്കം വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. രാഷ്ട്രീയക്കാർക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഉപഹാരങ്ങൾ നൽകിയെന്നും മൊഴി. ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയുമായി ബന്ധമെന്ന് കടകംപള്ളി. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോയിൽ 1,30,00,000 രൂപ മരവിപ്പിച്ച് ഇഡി. വർഗീയ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി സജി ചെറിയാൻ. പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും വളച്ചൊടിച്ചുവെന്നും വിശദീകരണം. തിരുത്ത് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് ജീവിതത്തിലുടനീളം പുലർത്തിയത് മതനിരപേക്ഷ നിലപാടെന്നും മന്ത്രി. സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്ന് എം.വി. ഗോവിന്ദൻ. സജി ചെറിയാനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ്. ഖേദം തെറ്റായിപ്പോയി എന്ന് വെള്ളാപ്പള്ളി. NSSുമായി യോജിച്ച് പ്രവർത്തിക്കാൻ SNDP യോഗം കൗൺസിലിന്റെ അംഗീകാരം. തുടർ ചർച്ചകൾ തുഷാർ വെള്ളാപ്പള്ളി നടത്തും. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ മുന്നേറ്റം അനിവാര്യമെന്ന് യോഗം. രാഷ്ട്രീയത്തിൽ സമദൂരമെന്നും തുഷാർ വന്നാൽ മകനെപ്പോലെ സ്വീകരിക്കുമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ലൈംഗികാരോപണത്തെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ ഷിംജിത 14 ദിവസം റിമാൻഡിൽ. ദീപക്കിനെതിരെ വീഡിയോ പോസ്റ്റ് ചെയ്ത ഷിംജിത പിടിയിലായത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് NDTV സർവേ. 50%-ലധികം പേർ ഭരണത്തിൽ അതൃപ്തർ. ജനപ്രീതിയിൽ VD സതീശൻ മുന്നിൽ, പിണറായി വിജയന് തൊട്ടുപിന്നിൽ KK ശൈലജ. രാജീവ് ചന്ദ്രശേഖറിനും ശശി തരൂരിനും പിന്തുണ. ഒരു പണിയുമില്ലാത്തവരാണ് സർവേ നടത്തുന്നതെന്ന് രമേശ് ചെന്നിത്തല. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയ്ക്ക് അല്പസമയത്തിനകം തുടക്കം. ഏകദിന പരമ്പര നഷ്ടമായ ഇന്ത്യൻ ടീമിന് T20 പരമ്പര നിർണായകം. മത്സരം നാഗ്പൂരിൽ. സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി ഇഡി. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോയിൽ 1,30,00,000 രൂപ കണ്ടുകെട്ടി. 100 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് പിടിച്ചെടുത്തു. സ്വർണം ചെമ്പാക്കിയ രേഖകളും ഇഡി കണ്ടെത്തി. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, നിർണായക നീക്കത്തിൽ നിർണായക രേഖകൾ അടക്കം ഇഡി പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഈ ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള റെയ്ഡിലാണ് ഇപ്പോൾ 1,30,00,000 രൂപ വില വരുന്ന ആസ്തികൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. സ്വർണ്ണക്കട്ടികളാണ് പ്രധാനമായും ഉള്ളത്. ഇത് സ്മാർട്ട് ക്രിയേഷനിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം സ്വർണമാണ് ആകെ ഉള്ളത്. അതിന്റെ വിലയാണ് 1,30,00,000 രൂപയോളം വരുന്നത്. കേസിലെ പ്രധാന പ്രതികളുടേതാണ് ഈ സ്വത്തുക്കൾ. മാത്രമല്ല, ഇതിൽ ഏറ്റവും നിർണായകമായത് സ്വർണം ചെമ്പാക്കിയ രേഖ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇഡി പുറത്തുവിടുന്നതായിരിക്കും. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പ്രസ് റിലീസാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിന്റെ അന്വേഷണം മറ്റു കാര്യങ്ങൾ തുടരുകയാണ് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം തുടരുകയായിരുന്നു. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലാണ് പരിശോധന നടത്തി വന്നിരുന്നത്. ഇതിലാണ് ഈ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ സ്വർണവും മറ്റു കാര്യങ്ങളും രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ശ്രീജ. അശ്വതി, എന്തായാലും ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോയിൽ 1,30,00,000 രൂപയാണ് ഇഡി കണ്ടുകെട്ടിയത്. 100 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വർണം ചെമ്പാക്കിയ രേഖകളുമൊക്കെ ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു AT അശ്വതി. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായി മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെതിരെ ഹൈക്കോടതി. ശങ്കർദാസിന്റെ അസുഖത്തെ സംബന്ധിച്ച് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി. ശങ്കർദാസിനെ ജയിലിൽ പാർപ്പിച്ച് ചികിത്സ തുടരാനാകുമോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ സമർപ്പിക്കാനുമാണ് കോടതിയുടെ നിർദ്ദേശം. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശങ്കർദാസ്. അതേസമയം ജയിലിൽ കഴിയുന്ന പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവർക്ക് ജാമ്യമില്ല. ഹൈക്കോടതിയാണ് ജാമ്യം തള്ളിയത്. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്ന് ഹൈക്കോടതി പറഞ്ഞു. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചുവെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിരവധി തവണ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നും കടകംപള്ളി ഉൾപ്പെടെ പല രാഷ്ട്രീയ നേതാക്കളുമായും വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നും SITക്ക് മൊഴി നൽകി. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നു. ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമെന്ന് കടകംപള്ളി പറഞ്ഞു. കടകംപള്ളിയെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു.
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക മൊഴിയാണ് പുറത്തുവന്നിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനടക്കം പലരുമായി തനിക്ക് ഏറ്റവും അടുത്ത ബന്ധമാണുള്ളതെന്നും കടകംപള്ളി നിരവധി തവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകി. എന്നാൽ പോറ്റിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പൂർണ്ണമായും തള്ളി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നു. ഒറ്റ തവണ മാത്രമാണ് പോറ്റിയുടെ വീട്ടിൽ പോയതെന്നും ദേവസ്വം മന്ത്രിയായിരിക്കെ പോലീസ് അകമ്പടിയോടെയാണെന്നും കടകംപള്ളി വിശദീകരിച്ചു. ഞാൻ SITയോട് ഒരു സന്ദർഭത്തിൽ പോറ്റിയുടെ വീട്ടിൽ പോയ കാര്യം SITയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷവും തീയതിയും യഥാർത്ഥത്തിൽ അപ്പോഴിപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എനിക്ക് അന്ന് 3 ഗൺമാൻമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഗൺമാൻ ആ സന്ദർഭത്തിൽ ആ യാത്രയിൽ എന്നെ അനുഗമിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. ആ ഗൺമാൻ അത് ഓർക്കുന്നുണ്ട്, അന്ന് പോയ കാര്യം ഓർക്കുന്നുണ്ട്. മറ്റു 2 ഗൺമാൻമാരും അങ്ങനെ പിന്നെ ഒരു സന്ദർഭത്തിൽ അവിടെ പോയതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ അങ്ങനെ പോയിട്ടില്ല. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമെന്നും SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കണം. ഗവൺമെന്റിന്റെ നിയന്ത്രണം അവരുടെ മേലുണ്ട്. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശകനായിരുന്നു പോറ്റിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നു. സ്വർണ്ണക്കളയുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം പ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ED അന്വേഷണം തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിസ്ഥാനത്തായവർക്കും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവർക്കും വരും ദിനങ്ങൾ നിർണായകമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സന്നിധാനത്ത് SITയുടെ പരിശോധന ഇന്നും തുടരുന്നു. കഴിഞ്ഞ ദിവസം സ്ട്രോങ് റൂമിലുള്ള ശ്രീകോവിലിന്റെ പഴയ വാതിൽപ്പാളികൾ എടുത്ത് പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഉൾപ്പെടെ പരിശോധനകളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വിഷയത്തിലും കേസെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന SIT സംഘം സന്നിധാനത്ത് പരിശോധന തുടരുകയാണ്. സ്ട്രോങ് റൂമിലുള്ള ശ്രീകോവിലിന്റെ പഴയ വാതിൽപ്പാളികൾ പരിശോധിക്കുന്നതിനൊപ്പം പഴയ കൊടിമരം മാറ്റിയപ്പോൾ പെട്ടികളിലാക്കി സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളുടെ പരിശോധനയും നടത്തുന്നുണ്ട്. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചും പരിശോധനയുണ്ടാകും. അയ്യപ്പചരിതം കുത്തിയ സ്വർണ്ണപ്പാളികളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുൻപ് നടത്തിയ സാമ്പിൾ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ SIT കണ്ടെത്തിയിരുന്നു. അതേസമയം കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വിഷയത്തിലും കേസെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണത്തിനാണ് ഒരുങ്ങുന്നത്. പഴയ കൊടിമരം കോൺക്രീറ്റിൽ നിർമ്മിച്ചതായിരുന്നുവെന്നും എന്നാൽ ഇതു സംബന്ധിച്ച രേഖകളൊന്നും ലഭ്യമല്ലാത്തതുമാണ് അന്വേഷണ സംഘത്തിന് സംശയമുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത് എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ കേസിൽ ആരെയൊക്കെ പ്രതിയാക്കണമെന്ന് പരിശോധനകൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. പുതിയ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ SIT സംഘം ഇത് അന്വേഷിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകിയത്. എന്നാൽ കട്ടളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ തുടരേണ്ടി വരും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം വേണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കൊല്ലം വിജിലൻസ് കോടതി അംഗീകരിച്ചത്. ഒക്ടോബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ ദ്വാരപാലക, കട്ടിളപ്പാളി എന്നീ 2 കേസുകളാണ് പോറ്റിക്കെതിരെയുള്ളത്. ഇതിൽ ദ്വാരപാലക കേസിലാണ് ജാമ്യം. എന്നാൽ കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ തുടരേണ്ടി വരും. അതേസമയം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിച്ചു. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും മുരാരി ബാബു അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യഹർജി സമർപ്പിച്ചത്. ഇതിൽ വാദം പൂർത്തിയാക്കിയ ശേഷം കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. അമൃത ന്യൂസ്, കൊല്ലം. മറ്റു വാർത്തകളിലേക്ക്. തിരുനാവായ കുംഭമേളയ്ക്കായി നിർമ്മിച്ച താൽക്കാലിക പാലം തുറന്നു. രാവിലെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് മേധാവിയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും പാലത്തിൽ പരിശോധന നടത്തിയിരുന്നു. നേരത്തെ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണത്തിന് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഭക്തരുടെ വളരെ കാലമായിട്ടുള്ള, കുംഭമേള തുടങ്ങുന്നതിനേക്കാൾ മുന്നേ തന്നെ നിർമ്മാണം ആരംഭിച്ചതാണ് ഇവിടുത്തെ താൽക്കാലിക പാലത്തിൻ്റെ. പക്ഷേ ഇതുവരെ താൽക്കാലിക പാലത്തിൻ്റെ തുറന്നു കൊടുക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. നേരത്തെ വില്ലേജ് ഓഫീസർ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് സംഘാടകർ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എനിക്ക് പിറകിലായി കാണുന്ന ഈ മണൽപ്പരപ്പിലാണ് നിള ആരതി നടക്കുന്നത്. കുംഭമേളയിലെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യമാണ് നിള ആരതി. ഭക്തരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മഹാമാഘ വേളയിൽ
ഭാരതപ്പുഴയിൽ കുളിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യകർമ്മമാണ്. ഈ വേളയിൽ സപ്തനദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് സങ്കല്പം. 2.5 നൂറ്റാണ്ട് മുൻപാണ് ഭാരതപ്പുഴയിൽ ഇത്തരത്തിലുള്ള ഒരു മഹാമാഘ ഉത്സവം അരങ്ങേറിയത്. അതിനുശേഷം ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി നിലച്ചുപോയ ആ മഹോത്സവം ഇപ്പോൾ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ഭക്തർ വളരെ പ്രതീക്ഷയോടെയാണ് ഇത് കാണുന്നത്. കേരളത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരണമാണ് സംഘാടകരും ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അധികൃതർ ആദ്യം തടസ്സം നിന്നത് വളരെ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പിന്നീട് അധികൃതർ അനുമതി നൽകി. പക്ഷേ താൽക്കാലിക പാലത്തിൻ്റെ തുറന്നു കൊടുക്കാൻ ഇതുവരെ അധികൃതർ തയ്യാറായിരുന്നില്ല. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഇപ്പോൾ താൽക്കാലിക പാലം ഭക്തർ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നൊരു കാഴ്ച. കൃത്യമായി അധികൃതർ അനുമതി നൽകിയിട്ട് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. എന്തായാലും ഇപ്പോൾ ഭക്തർ പാലം തുറന്ന് അതിലൂടെ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. നിള ആരതി ദർശിക്കുക എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമായിട്ടാണ് കരുതുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഈ മണപ്പരപ്പിൽ ഇത്തരത്തിൽ എല്ലാ സായാഹ്നങ്ങളിലും നിള ആരതി നടക്കുന്നുണ്ട്. അത് കാണുവാൻ ഇതുവരെ കരയ്ക്ക് അപ്പുറത്ത് നിന്ന് നവാമുകുന്ദ ക്ഷേത്ര സന്നിധിയിലിരുന്നായിരുന്നു ആളുകൾ നിള ആരതി കണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തോടുകൂടി അടുത്തിരുന്ന് നിളപ്പരപ്പിൽ വന്നിരുന്ന ഈ സായാഹ്നത്തിൽ നിളാരതി ദർശിക്കാൻ ഭക്തർക്ക് സൗകര്യമൊരുക്കുകയാണ്. എന്തായാലും ഭക്തർ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇക്കാര്യം നോക്കിക്കാണുന്നത്. ശ്രീജ. ശരി അരവിന്ദൻ. തിരുനാവായ കുംഭമേളയ്ക്കായി നിർമ്മിച്ച താൽക്കാലിക പാലം തുറന്നിരിക്കുകയാണ്. വലിയ ഭക്തരുടെ ഒരു തിരക്ക് തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്ന, തീർത്ഥാടകരുടെ തിരക്ക് തന്നെയാണ് കാണാൻ കഴിയുന്ന. വിവരങ്ങളും എപ്പം ചേരുകയായിരുന്നു ടി കെ അരവിന്ദൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ചരിത്ര വിജയം നേടിയതിന്റെ ഭാഗമായുള്ള വിജയാഘോഷത്തിൽ പങ്കെടുക്കാനാണ് മോദി തലസ്ഥാന നഗരിയിലെത്തുന്നത്. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റും പ്രധാനമന്ത്രി പുറത്തിറക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമെന്നായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഭരണം പിടിച്ചതിന് പിന്നാലെ വാക്കുപാലിച്ചെത്തുന്ന മോദിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്തുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിയെ വൻ റോഡ് ഷോ ഒരുക്കി സ്വീകരിക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി പുറത്തിറക്കുന്നതാകും ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് അന്നേ ദിവസം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം, മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത് സംരംഭം, വിഴിഞ്ഞം തുറമുഖം കണക്ട് ചെയ്തുള്ള വികസന കോറിഡോർ അടക്കം പ്ലാനിലുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത റിമാൻഡിൽ. കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മഞ്ചേരി ജയിലിലേക്ക് മാറ്റി. വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് ഷിംജിത പിടിയിലായത്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഷിംജിതയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്നതിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. പോലീസ് ഷിംജിതയ്ക്ക് VIP പരിഗണന നൽകിയെന്നാണ് BJPയുടെ ആരോപണം. ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പിടിയിലായ പ്രതി ഷിംജിതയെ ജയിലിൽ അടയ്ക്കണമെന്നും ഒരിക്കലും പുറത്തുവിടരുത് എന്നും ദീപകിന്റെ കുടുംബം. ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് ദീപകിന്റെ പിതാവ് പറഞ്ഞു. ഇനി ലോകത്തൊരച്ഛനും അമ്മയ്ക്കും ഈ അവസ്ഥ വരരുത് എന്ന് അമ്മയും പ്രതികരിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇനി ഇങ്ങനത്തെ ഒരു കുറ്റം അവർക്ക് വേറെ അച്ഛനമ്മയ്ക്കും വരാൻ പാടില്ല. എന്താ ഇത്, എനിക്കിങ്ങനെ വാക്ക് കിട്ടുന്നില്ല അങ്ങനെ പറയാൻ കണ്ടത്. ഒന്നും ചെയ്യൊരു പാവം കുട്ടിയാണ്. ഒരാളോട് ഒരു ചീത്തത്തരത്തിന് എൻ്റെ ഇതുവരെയായിട്ട് പോയിട്ടില്ല. പുറത്ത് വിടരുത്, അവൾക്ക് നീതി കിട്ടരുത്. അവളെ ജീവപര്യന്തം തടവിലിടണം. അവളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങളെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരികയും ചെയ്യും. ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. ദീപകിന്റെ വീട് സന്ദർശിച്ചു. ജനുവരി 17 പുരുഷാവകാശ ദിനമായി ആചരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ദീപകിന്റെ കുടുംബത്തിന് 3,17,000 രൂപ നൽകി. പുരുഷന്മാർക്ക് കൗൺസിലിംഗും നിയമസഹായവും നൽകാൻ ഡിജിറ്റൽ സംവിധാനം ആരംഭിക്കുമെന്നും ദീപകിനെതിരെ വീഡിയോ പ്രചരിപ്പിച്ച പെൺകുട്ടിക്കെതിരെ നടപടിയെടുക്കണമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു. ജനുവരി 17 കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായിട്ട് ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 3,17,074 അല്ലെങ്കിൽ 3,17,000 രൂപ ഇപ്പോൾ ദീപകിൻ്റെ വീട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദീപകിന് നീതി കിട്ടണം, ദീപകിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ആത്മഹത്യാ പ്രേരണയും IT ആക്റ്റും അടക്കമുള്ള
വകുപ്പുകൾ ചുമത്തി ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം. ഇപ്പം ചിലപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചില ആൾക്കാരൊക്കെ വളരെ മോശം കമൻറ്റുകൾ ആ പെൺകുട്ടിക്കെതിരെ ഇടുന്നത് പറ്റും കണ്ടു. അതിനോടൊന്നും ആരും യോജിക്കുന്നില്ല. ദീപകിന്റെ കുടുംബത്തെ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ സന്ദർശിച്ചു. കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും സർക്കാരും ജനങ്ങളും ഒരുക്കി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു സ്ത്രീ ചെയ്ത തെറ്റിന്റെ പേരിൽ മറ്റ് സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സർക്കാർ ഈ കാര്യം ശ്രദ്ധിക്കണം. സാധാരണ ഇതുപോലുള്ള പല കേസുകളിലും സർക്കാർ സഹായിക്കാറുണ്ട്. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ സഹായം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് ഞാൻ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ കുടുംബത്തെ സർക്കാരിൻ്റെ പൂർണ്ണ സഹായത്തോടു കൂടി സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇതുപോലൊരു സംഭവത്തിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് പറയുന്നത് അതൊക്കെ ഒരു തരത്തിലും ആരും സ്വീകരിക്കുന്നൊരു കാര്യമല്ല. ഷിംജിതയ്ക്ക് പോലീസ് VIP പരിഗണന നൽകുന്നുവെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് BJP കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബു. തുടക്കം മുതൽ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിതയ്ക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയെ എന്തൊരു പ്രിവിലേജിലാണ് കൊണ്ടുവരുന്നത് നോക്കണം നിങ്ങൾ. കേരളം മുഴുവൻ കൈകാര്യം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു കൊലയാളിയെ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരാതെ SIയുടെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സഖിയാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്കറിയേണ്ടത് എന്താ ഇത്ര താല്പര്യം? ആരാണ് ഇദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയത്? ആരുടെ നിർദ്ദേശത്തിലാണ് ഈ പ്രതിയെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരുന്നത്? നായാടി മുതൽ നസ്രാണി വരെയുള്ള സാമൂഹ്യ മുന്നേറ്റം അനിവാര്യം. NSSുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രമേയം പാസാക്കി SNDP നേതൃയോഗം. ഇതിനായി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തി ആലപ്പുഴയിൽ ചേർന്ന യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുവാനും തീരുമാനമായി. യോഗത്തിൽ മുസ്ലിം ലീഗിനെതിരെയും പ്രമേയം ഉണ്ടായി. കേരളത്തിലെ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റം അനിവാര്യമാണെന്ന് വിലയിരുത്തിയ യോഗം ഈ പ്രവർത്തനങ്ങളുടെ ആദ്യചുവടെന്ന നിലയിൽ നായർ സർവീസ് സൊസൈറ്റിയും SNDP യോഗവും മറ്റ് ന്യൂനപക്ഷ ദളിത് സമുദായ സംഘടനകളുടെയും സമാന മനസ്കരായവരെയും ചേർത്ത് സാമൂഹ്യനീതിയുടെ മേഖല ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് ഐക്യകണ്ഠേന കൈക്കൊണ്ടത്. ദൗത്യം പ്രായോഗിക തലത്തിലെത്തിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയെ യോഗം ചുമതലപ്പെടുത്തി. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഐക്യത്തിൽ ശക്തമായി മുമ്പോട്ട് പോകാനും അതോടൊപ്പം തന്നെ സുകുമാരൻ നായർ ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും അവരുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് യോഗം തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. ഐക്യത്തിന് ഒരു ഉപാധിയുമില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ നേരിൽ കാണുമെന്നും സുകുമാരൻ നായരുടെ സൗകര്യം നോക്കി സമയം നിശ്ചയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ നടന്ന സംഘടിത ആക്രമണങ്ങളിൽ സുകുമാരൻ നായർ നൽകിയ ആത്മബലം ഓർക്കാതിരിക്കാനാകില്ല. മുൻപുണ്ടായിട്ടുള്ള തെറ്റുകളെല്ലാം തിരുത്തും. SNDPയും NSSും തമ്മിൽ ഇനി കൊമ്പ് കോർക്കുന്ന പ്രശ്നമേ ഉണ്ടാകില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം സാമൂഹ്യനീതിയുടെ മേഖല ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗ് ഒഴികെയുള്ള മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കി മുസ്ലിം സമുദായത്തിൻ്റെ സംഘടനകളുണ്ട്. ആ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങളുമായി സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കും. രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിലപാടെടുക്കേണ്ടി വന്നാൽ എടുക്കുമെന്നും സമദൂരമാണ് അവരുടെ തീരുമാനമെങ്കിൽ അങ്ങനെ പോകുമെന്നും അതല്ല ഒറ്റയ്ക്കെങ്കിൽ അങ്ങനെ നിലപാട് സ്വീകരിക്കുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. യോഗം ലീഗിനെതിരെയും പ്രമേയം പാസാക്കി. മലപ്പുറം ജില്ല ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ല. മതത്തിൻ്റെ പേരിൽ ലീഗ് സ്വയം ആനുകൂല്യങ്ങൾ എഴുതിയെടുക്കുന്നു. ലീഗിൻ്റെ മതേതരത്വം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ്. മതത്തിനു വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ലീഗ് ഭരണഘടനാ ലംഘനം നടത്തുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. NSS SNDP ഐക്യം സംബന്ധിച്ച NSS ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് ആലോചിക്കുമെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഐക്യം എന്നതാണ് നിലപാട്. NSS SNDP ഐക്യം എന്നത് VD സതീശനോ കോൺഗ്രസിനോ എതിരെയല്ല. സതീശൻ അത്ര വലിയ ഉമ്മാക്കിയൊന്നുമല്ല. വർഗീയതയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നവർ തങ്ങളുടെ മുദ്രാവാക്യം വർഗീയതയ്ക്കെതിരെയാണ് എന്ന് പറയുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഐക്യമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഐക്യം എന്നതാണ് നിലപാടെന്നും G സുകുമാരൻ നായർ പറഞ്ഞു. ഐക്യമെന്നത് സതീശനും SNDPയും NSSും തമ്മിലുള്ള വിഷയമാക്കി മാറ്റി ആരും ആളാവണ്ട. സതീശൻ അത്ര വലിയ ഉമ്മാക്കിയൊന്നുമല്ലെന്നും അതൊക്കെ കോൺഗ്രസുകാർ ഊതിപ്പെരിപ്പിക്കുന്നതാണെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. സതീശന് ഇതിനായി ഇത്ര വലിയ ഉയർത്തി കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു SNDP NSSുമായിട്ടുള്ള വിഷയത്തിൽ ഈ സതീശ് അല്ല അങ്ങനെയാണ് അവിടെ KPCC പ്രസിഡന്റില്ല. അവരെ തന്നെ അവരെ അല്ലേ ഉയർത്തേണ്ടത്. ഇയാളെ എത്ര പൊക്കി കാണിക്കേണ്ട കാര്യം തന്നെ. അയാളുടെ സതീശനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെയൊന്നും ആർക്കും ആളാകണ്ട.
രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി വർഗീയത കാണിക്കുന്നവരാണ് വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞു നടക്കുന്നത്. വർഗീയതയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കുകയും അവസാനം ഞങ്ങളുടെ മുദ്രാവാക്യം വർഗീയതയ്ക്കെതിരെയാണ് എന്ന് പറയുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. വർഗീയത പറയുന്നു. ആരെ വർഗീയതയ്ക്ക് പോകുന്നു? ഞങ്ങളാരും പോയിട്ടില്ല വർഗീയതയ്ക്ക്. പക്ഷെ അവരൊക്കെ സൗകര്യം പോലെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ വർഗീയത കാണിക്കുകയും അതിന് വേണ്ടതായ കരുക്കൾ അണക്കുകയും ചെയ്തിട്ട് ഈ ഞങ്ങളുടെ സ്ലോഗൻ ഇതാണ്, വർഗീയത 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 എന്ന് പറയും. അവർ ഞങ്ങളുടെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തുമായി. അതിന് ഞങ്ങൾ അങ്ങനെ വരാറായില്ല. അടുത്ത സർക്കാരിൽ ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന സഭകളുടെ നിലപാടിൽ തെറ്റില്ല. തർക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യണമെന്ന് NSS നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ചർച്ച ചെയ്യപ്പെടും എന്നാണ് കരുതുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥിതിവിശേഷമല്ല ഇപ്പോഴുള്ളത്. അതിനുശേഷം വെള്ളം ധാരാളം ഒഴുകിപ്പോയി. ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നത് NSSന്റെ വിഷയമല്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. 2 വോട്ടിന് വേണ്ടി ആരോടും കൂട്ടുകൂടുന്ന നിലപാടില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. CPMന്റെ മന്ത്രിയും MLAയും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തതിലൂടെ ഇന്നുവരെ CPM പറഞ്ഞതിൽ ആത്മാർത്ഥതയില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 4 പതിറ്റാണ്ടിലധികമായുള്ള സൗഹൃദമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി CPMനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് ഒരു നിലപാടുമില്ല. ഇവര് 2 വോട്ടിന് വേണ്ടി ആരോടും കൂട്ടുകൂടുക എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമി എതിരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാവായ ആരിഫ് അലിയുമായിട്ട് ഇന്ന് മന്ത്രി അബ്ദുറഹിമാൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. മാത്രമല്ല ഒരു MLA അവരുടെ യോഗത്തിൽ പങ്കെടുത്തു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അപ്പം ഇന്ന് വരെ CPM പറഞ്ഞതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരുമായി ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷി CPM-ആണ്. 4 പതിറ്റാണ്ട് കാലത്തെ ബന്ധം അവരുമായിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നല്ല ബന്ധമാണ് അവർക്കുള്ളതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവല്ലേ സംസ്ഥാനത്തെ ഒരു മന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാക്കന്മാരുമായി വേദി പങ്കിടുന്നു, ഒരു MLA വേദി പങ്കിടുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ അർത്ഥം എന്താണ്? NCP മുൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നു. NCP മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ തലശ്ശേരിയിലെ K സുരേശൻ, NCP സംസ്ഥാന നിർവാഹക സമിതി അംഗവും NCP മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ P കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ 13 നേതാക്കൾക്ക് K സുധാകരൻ MP പാർട്ടി അംഗത്വം നൽകി. മെമ്പർ മധു VM, ഇരിക്കൂർ ബ്ലോക്ക് കമ്മിറ്റി ഉണ്ണികൃഷ്ണൻ OV, തളിപ്പറമ്പ് ബ്ലോക്ക് NCP വൈസ് പ്രസിഡന്റ് വിനോദ് PC, നാഷണലിസ്റ്റ് കൺസ്യൂമർ അഫയേഴ്സ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ചന്ദ്രൻ ചേരോര, വൈസ് പ്രസിഡന്റ് NCP കണ്ണൂർ ബ്ലോക്ക് വെളുത്തമ്പു KV, NCP തലശ്ശേരി മണ്ഡലം കമ്മിറ്റി PK ശശി, കർഷക കോൺഗ്രസ് തലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് KP അനിത തലശ്ശേരി, KV സജീവൻ, നാഷണലിസ്റ്റ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് NCP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന് അനുകൂല സാഹചര്യമെന്ന NDTV സർവേ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന സർവേ റിപ്പോർട്ടിൽ പറയുന്നു. UDF 32% വോട്ട് നേടുമെന്നാണ് സർവേ ഫലം. LDFന് 29%, BJPക്ക് 19% വോട്ടും ലഭിക്കാമെന്നും സർവേയിൽ പറയുന്നു. സംസ്ഥാനത്ത് 50%-ലധികം ജനങ്ങൾ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുവെന്നാണ് NDTVയുടെ സർവേ ഫലം. ഭരണം വളരെ മോശം എന്ന് പറയുന്നത് 31% ആളുകളാണ്. മോശം എന്ന് പറയുന്നത് 20%. 40% ആളുകൾ ഭരണം നല്ലതെന്നും അഭിപ്രായപ്പെടുന്നു. 22% പേർ VD സതീശന് പിന്തുണ നൽകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ 18%, KK ശൈലജയെ 16% പേരുമാണ് അനുകൂലിക്കുന്നത്. സർവേയിൽ ശശി തരൂറിന് 9.8% പേരുടെ പിന്തുണയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് 14.5% പേരുടെ പിന്തുണയാണ് ഉള്ളത്. വോട്ടുവിഹിതത്തിലും UDFന് മുൻതൂക്കമുണ്ടാകുമെന്നും സർവേ പറയുന്നു. UDFന് 32.7%, LDFന് 29.3%, NDAക്ക് 19.8%-മാണ് വോട്ട് വിഹിതം.
മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനപിന്തുണ പിണറായി വിജയനേക്കാൾ വി.ഡി. സതീശനാണെന്നും സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. നേതൃത്വത്തിലുള്ള ജനപിന്തുണ പരിശോധിക്കുമ്പോൾ UDF നേതാക്കളായ വി.ഡി. സതീശൻ, ശശി തരൂർ, KC വേണുഗോപാൽ എന്നിവർക്ക് LDF നേതാക്കളെക്കാൾ ഉയർന്ന ജനപിന്തുണയുണ്ടെന്നാണ് സർവേ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച NDTV നടത്തിയ സർവേയിൽ തന്റെ പേരില്ലാത്തതിൽ സന്തോഷമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഒരു പണിയുമില്ലാത്ത ചിലരാണ് സർവേ നടത്തുന്നത്, പാർട്ടി സർവേ നടത്തുന്നില്ല. UDFനകത്ത് ഒരു തർക്കവുമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ചുമ്മാ വെറുതെ. അങ്ങയുടെ പേരില്ല, വേണ്ട, എന്റെ പേരില്ലാതെ വളരെ നന്നായി. എന്റെ പേര് എന്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ഒരു കാര്യമുള്ള പാർട്ടിക്ക് പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ ഉള്ളത്. ഇത് ഓരോ താല്പര്യം അനുസരിച്ച് ഓരോരുത്തർക്കുന്നതാണ്. പിണറായി വിജയനെ NDAയിലേക്ക് ക്ഷണിച്ച കേന്ദ്രമന്ത്രി രാംദാസ് അതാവലെ. പിണറായി വിജയൻ NDAയിൽ ചേരുകയാണെങ്കിൽ അതൊരു വിപ്ലവകരമായ തീരുമാനമാകുമെന്നും ഭരണ തുടർച്ചയുണ്ടാകണമെങ്കിൽ പിണറായി NDAയിലേക്ക് വരണമെന്നും രാംദാസ് അതാവലെ പറഞ്ഞു. Biju Janata Dal, many parties in NDA, because the agenda of the NDA was a common agenda, development agenda. And therefore I appeal Honorable Vijayanji, he will come and join our NDA, and in the coming assembly election, if the Vijayan and BJP will come together, then there should not be any problem for taking the power in Kerala. Otherwise, after 5 years, but if the Honorable Vijayan and BJP will come together, then definitely. ഇടുക്കി മൂന്നാറിൽ നടുറോഡിൽ പോലീസ് മർദ്ദനം. മൂന്നാറിലെ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ എത്തിയപ്പോഴാണ് പോലീസുകാർ നാട്ടുകാരെ മർദ്ദിച്ചത്. മൂന്നാർ CI ബിനോദ് കുമാർ, SI അനിൽകുമാർ എന്നിവർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതേസമയം സംഭവത്തിൽ വിനോദസഞ്ചാരികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. സ്വർണ്ണവിലയിൽ ഇന്ന് രണ്ടാമതും കുതിപ്പ്. 2 തവണയായി 5480 രൂപയാണെന്ന് വർദ്ധിച്ചത്. 1,15,320 രൂപയാണ് ഒരു പവന്റെ ഇന്നത്തെ വില. അതേസമയം രൂപയുടെ മൂല്യത്തിലും ഇടിവ് നേരിടുന്നു. ഡോളറിനെതിരെ 91 രൂപ 21 പൈസ എന്ന നിരക്കിലാണ് വിനിമയം. റെക്കോർഡ് കുതിപ്പാണ് ഓരോ ദിവസവും സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്നത്. രാവിലെ വിപണി തുടങ്ങിയപ്പോൾ തന്നെ 3680 രൂപയാണ് പവന് കൂടിയത്. 1,13,029 രൂപയിലാണ് ജ്വല്ലറികളിൽ വ്യാപാരം ആരംഭിച്ചത്. ഒറ്റ ദിവസത്തിൽ ഇത്രയും ഉയർന്ന വില വരുന്നത് സമീപകാലത്ത് ഇതാദ്യമായാണ്. ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുതിച്ചു കയറുന്നതും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതുമാണ് വില കടിഞ്ഞാണില്ലാതെ ഉയരാൻ കാരണം. ഡിസംബർ 23-നാണ് സ്വർണം ചരിത്രത്തിലാദ്യമായി 1 ലക്ഷം രൂപ കടന്നത്. പിന്നീട് 98,000 രൂപ വരെ എത്തിയെങ്കിലും വീണ്ടും അടിക്കടി ഉയരുകയായിരുന്നു. ഈ വർഷം സ്വർണ്ണവിലയിൽ ഏകദേശം 10% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് സ്വർണ്ണവിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സൂചനകൾ പ്രകാരം വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരാനാണ് സാധ്യത. അമേരിക്കയിലെ വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വവും താരിഫ് നയങ്ങളും ആഗോള വ്യാപാര സംഘർഷങ്ങളും സൃഷ്ടിക്കുന്ന സാമ്പത്തിക അസ്ഥിരതയുമാണ് സ്വർണ്ണവില ഇത്രയധികം ഉയരാൻ പ്രധാന കാരണം. ഇത് സ്വർണ്ണത്തെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആകർഷണീയമാക്കുന്നു. 2026-ൽ സാമ്പത്തിക മാന്ദ്യം വരാനുള്ള ആശങ്കയും സ്വർണ്ണത്തിന് പിന്തുണ നൽകുന്നുണ്ട്. രണ്ടാമത്തെ കാരണം മിഡിൽ ഈസ്റ്റിലും ഇറാൻ, യമൻ തുടങ്ങിയ പ്രദേശങ്ങളിലും തുടരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളാണ്. ഇത്തരം അസ്ഥിരതകളുടെ സമയത്ത് സമ്പത്ത് സംരക്ഷിക്കാൻ നിക്ഷേപകർ സ്വർണ്ണത്തിലേക്ക് തിരിയുന്നതും വില ഉയരാൻ കാരണമാകുന്നു. അതേസമയം ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡ് താഴ്ചയിലേക്കാണ് എത്തുന്നത്. ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91 രൂപ 21 പൈസ എന്ന നിരക്കിലാണ്. UAE ദിർഹം ഡോളറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ദിർഹത്തിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തിലും വലിയ ഇടിവ് സംഭവിച്ചതായാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിനയവിശ്വം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം BJP രാഷ്ട്രീയത്തിന്റെ എല്ലാ കാപട്യങ്ങളും മൂടിവെക്കാനും അതിന്റെ എല്ലാ ഇടതുപക്ഷ വിരോധവും പുറത്തേക്ക് വാരിയിടാനും എല്ലാം ശ്രമിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ
അഗാധമായ രാഷ്ട്രീയ പാണ്ഡിത്യമൊന്നും വേണ്ട. ഈ പശ്ചാത്തലത്തിലാണ് നാളെ അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവിടെ അദ്ദേഹം ജനങ്ങളുമായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഉണ്ടാകാൻ പോകുന്നത് വൈകുന്നേരത്തെ പൊതുയോഗത്തിലായിരിക്കും. ആ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോഴും രാജ്യവും ജനങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ അവർക്ക് അവകാശമുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാനൊരു തുറന്ന കത്ത് എഴുതുകയുണ്ടായി, an ഓപ്പൺ ലെറ്റർ. ആ കത്ത് ഇന്നത്തെ ചുറ്റുപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും നരേന്ദ്രമോദിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാൻ താല്പര്യമുള്ള ഗൗരവമാർഗ ചില സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ കത്തിൽ ആദ്യം പറയുന്ന കാര്യം, മോദിക്ക് ഒരുപാട് കാലം കൂടി നാളെ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്കും ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും. ശുദ്ധവായു എല്ലാ മനുഷ്യന്റെയും അവകാശമാണ് ശ്വസിക്കാൻ ശുദ്ധവായു കിട്ടുക എന്നുള്ളത്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം ഒരാൾക്ക് പോലും ശുദ്ധവായു അവിടെ കിട്ടാറില്ല. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ അങ്ങേയറ്റത്തെ രൂക്ഷമാണ് സ്ഥിതി. ശ്വസിക്കാൻ കൊള്ളാത്ത വായുവാണ് ഡൽഹിയിലെ വായുവെന്ന് എല്ലാ പഠനങ്ങളും എന്നും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മലിനമായ വായു ശ്വസിച്ച് ഒരുപക്ഷെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കുറേയേറെ കാലം കൂടിയിട്ട് ശുദ്ധ വായു ശ്വസിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകാവുന്ന ഒരു ആശ്വാസമുണ്ടാകും. അത് മനസ്സിലാക്കുന്നുണ്ട് നമ്മളെല്ലാവരും. പക്ഷെ അതൊന്ന് പറയണം, ഇന്ത്യൻ പൗരന്മാർക്ക്, ഡൽഹിയിൽ ജീവിക്കുന്നവർക്ക് അവകാശപ്പെട്ട ശുദ്ധവായു എന്ന കാര്യം ഉറപ്പാക്കാൻ അദ്ദേഹം ചെയ്യും. 45 ദിവസം പൂർത്തിയാകും മുമ്പ് ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്ന് തിരുവനന്തപുരത്ത് എത്താൻ പോകുന്ന മഹാത്ഭുതങ്ങളെല്ലാം പറയുമ്പോൾ ഈ മഹാത്ഭുതങ്ങളുടെ മാന്ത്രികൻ ഡൽഹിയിൽ എന്ത് മന്ത്രം കാണിച്ചുവെന്ന് അറിയാൻ അവകാശമുണ്ട് ജനങ്ങൾക്കിവിടെ. ഡൽഹിയിലെ പൗരജനങ്ങൾക്ക് ശുദ്ധവായു കൊടുക്കാൻ, സുരക്ഷിത ജീവിതം കൊടുക്കാൻ, മാന്യമായ ജീവിതം കൊടുക്കാൻ എല്ലാം പരാജയപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്ന് പണം വാരി എറിഞ്ഞുകൊണ്ട് ഈ തിരുവനന്തപുരത്ത് അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ചെപ്പടി വിദ്യ എന്നല്ലാതെ അതിന് വേറെ പേര് വിളിക്കുന്നൊന്നുമില്ല. ഈ കത്തിൽ ഞാൻ അത് സൂചിപ്പിക്കുന്നുണ്ട്.